കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ആദിവാസി ഊരുകളിലൊന്നായ ചെറുകരയിൽ പുലി ഇറങ്ങി. കഴിഞ്ഞ ഒരാഴ്ചയായി പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ചെറുകര ഇടത്തറ ഉന്നതിയിൽ TK രാജന്റെ വസ്തുവിൽ കെട്ടിയിരുന്ന വളർത്തുനായയെ പുലി കടിച്ചു കൊന്നു. 2 നാൾ മുമ്പ് ചെറുകരയിൽ ബഷീർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കോഴി ഫാമിലും പുലി എത്തിയിരുന്നു. കോഴികളെ പിടികൂടാൻ ശ്രമിക്കുന്ന പുലിയുടേതിന് സാമ്യമായ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞതോടെയാണ് നാട്ടുകാർ ഭീതിയിലായിരിക്കുന്നത്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വളർത്തുനായയെ കൊന്നത്. പ്രദേശത്തെ മറ്റൊരു നായയെയും ആക്രമിച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ രാത്രി കടികൂടിയപ്പോൾ സംഭവിച്ചതാണിത്. ഇന്ന് രാവിലെയാണ് ഇത് കാണുന്നത്. അപ്പൊ ഈ പട്ടിക ഇങ്ങനെ സംഭവിച്ചെങ്കിൽ പിന്നെ മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചുകൂടാ? അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് കണ്ടുപിടിച്ച് തരണം. ഇന്ന് രാത്രി ഒത്തുപിടി. പിന്നെ കാട്ടിൽ കയറിയെന്നാണ് പറയുന്നത്. നമ്മളെല്ലാ കാര്യത്തിനും കാട്ടിലോട്ടൊക്കെയാണ് കയറുന്നത്. ചൂലെടുക്കാനായാലും വിറവിനായാലും എന്തെന്നായാലും. അപ്പൊ നമുക്ക് ഈ കാട്ടിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നമ്മൾ എങ്ങനെ നടക്കും? നമ്മളെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ കാട്ടിലതിൽ കയറി പോകും. സംഭവം അറിഞ്ഞ് വനം വകുപ്പ് അഞ്ചൽ റേഞ്ച് കളങ്കുന്ന് സെക്ഷനിൽ നിന്നുള്ള വനപാലകരും RRT സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കോഴി ഫാമിലെത്തിയത് വള്ളിപ്പുലിയാകാനാണ് സാധ്യതയെന്ന് വനം വകുപ്പ് അധികൃതർ പറയുന്നു. അതേസമയം വളർത്തുനായയെ കൊന്നത് പുലി തന്നെയാണെന്നും വനപാലകർ പ്രാഥമികമായി വിലയിരുത്തി. പക്ഷേ പുലിയുടെ കാൽപ്പാടോ മറ്റു സാന്നിധ്യമോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനുള്ള തീരുമാനത്തിലാണ് വനം വകുപ്പ്. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചാൽ കൂട് സ്ഥാപിക്കുമെന്നും DFO ഉൾപ്പെടെയുള്ള ഉന്നത വനപാലകരെ സംഭവം അറിയിക്കുമെന്നും വനം വകുപ്പ് അധികൃതർ പറയുന്നു. ഇത് ഇങ്ങനെ നമുക്ക് ഫോൺ വഴി നമ്മളെ വിവരം വിളിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ബഹുമാനപ്പെട്ട അഞ്ചൽ റേഞ്ച് ഓഫീസർ ദിവ്യ മേഡത്തെ ഇത് അറിയിക്കുകയും അപ്പോൾ അവിടുന്ന് തന്നെ അതിൻ്റെ RRT സംഘമായിട്ടുള്ള ആൻസൻ്റെ നേതൃത്വത്തിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും പിന്നെ ഞാനും കൂടി ഇവിടെ വരികയായിരുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ പരിസരവും ഇതിൻ്റെ ഈ പട്ടിയുടെ ശരീരമൊക്കെ പരിശോധിച്ചതിൽ പുലിയുടെ ഒരു സാന്നിധ്യം ആകാമെന്ന് കടിയുടെ ഒരു ഭാഗം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പോൾ കാട്ടുപട്ടിയോ അല്ലെങ്കിൽ കാട്ടുപൂച്ചയോ പട്ടിയെ പിടിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സാധ്യതയില്ല. പിന്നെ കടുവയുടെ സാന്നിധ്യം വരാനുള്ളൊരു സാഹചര്യം ഇവിടെ ഇല്ല. കാരണം ഇവിടെ ചുറ്റും ഇതിനപ്പുറത്ത് കല്ലുവച്ച എന്ന് പറയുന്ന പിന്നെ ജനവാസ മേഖല അതിനപ്പുറം ഇടത്തറയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് കടുവയുടെ ഒരു സാന്നിധ്യം ഇവിടെ ഇല്ല. പിന്നെ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയുന്നത് പുലിയാണ്. പുലിയുടെ ഒരു സാന്നിധ്യമാകാമെന്ന് കരുതുന്നു. പിന്നെ അതുപോലെ ഈ വള്ളിപ്പൂച്ച ഇനത്തിൽപ്പെട്ട അതൊന്നും ഈ പട്ടിയെ ഇങ്ങനെ പിടിച്ച് ഇത്രയും അളവിൽ ഭക്ഷണം കഴിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതിനെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഏകദേശം ഒരു 40-50% തന്നെ ആഹാരം കഴിച്ചിട്ടുണ്ട് ഉറപ്പിക്കാം. അപ്പോൾ ജനവാസ മേഖല ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. അത് ബഹുമാനപ്പെട്ട റേഞ്ച് ഓഫീസറെയും ബന്ധപ്പെട്ട DFOയും നമ്മൾ അറിയിക്കുന്നതാണ്. പ്രാഥമികമായി ചെയ്യാൻ കഴിയുന്നത് ഈ പുലിയുടെ സാന്നിധ്യം കണ്ട ഭാഗത്ത് ക്യാമറ ട്രാപ്പോ അതുപോലെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ നമുക്ക് സ്ഥാപിക്കാം. എന്നാൽ വനം വകുപ്പ് നിരീക്ഷണം ശക്തമാക്കണമെന്നും അടിയന്തര നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും ഊരുമുപ്പന്മാർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.